ഈ ഗവൺമെന്റിനെതിരായി ഉയർന്നു വരുന്ന ഒരു ശബ്ദം, പ്രതിപക്ഷ ശബ്ദത്തെ ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു ധാരണ ഇടതുപക്ഷത്തിനുണ്ട്. അതിന്റെ ഭാഗമായാണ് തുടക്കം തൊട്ടേ ഈ സമരത്തോടു കൂടി ഞങ്ങൾ നിൽക്കുന്നത്. തിജപ്പിന്റെ പ്രതിഷേധം ജന്തർ മന്ദറിൽ ആരംഭിക്കുന്ന തുടക്കത്തില് സപ്പോർട്ടായിട്ട് എത്തിയിട്ടുള്ളത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ്. SFI ആണെങ്കിലും AISF ആണെങ്കിലും ISA ആണെങ്കിലും. എന്തുകൊണ്ടാണ് ഫസ്റ്റ് തുടക്കം തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള തോന്നലിലേക്ക് എത്തുന്നത്? എവിടെ നിന്നാണ്, ഇത് പോയിന്റിൽ നിന്നാണ്? അതായത് SFIയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ മോഡി ഗവൺമെന്റിനെതിരായ അല്ലെങ്കിൽ സംഘപരിവാരത്തിനെതിരായ വലിയ സമര മുന്നണിയിൽ വളരെ കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നവരാണ് ഇടതുപക്ഷം. അത് ഈ ഗവൺമെന്റ് വന്ന ഘട്ടം മുതൽ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റിനെതിരായ ഏത് പ്രതിഷേധത്തിലും അണിനിരക്കുന്ന ഏതൊരു വ്യക്തിയെയും സംഘടനയെയും കൂട്ടായ്മയെയും ഇതിന്റെ ഭാഗമായി ചേർത്ത് നിർത്തണം എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒരു പുനരാലോചനയുടെ ആവശ്യമില്ല. ഇക്കാര്യം പഠിക്കേണ്ടതില്ല. കാരണം നീറ്റ് പ്രശ്നമാവട്ടെ, CBSE ആവട്ടെ, നെറ്റ് ആവട്ടെ, ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമാവട്ടെ, ഏത് പ്രശ്നത്തിലും ഈ ഗവൺമെന്റിനെതിരായി ഉയർന്നു വരുന്ന ഒരു ശബ്ദം, പ്രതിപക്ഷ ശബ്ദത്തെ ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു ധാരണ ഇടതുപക്ഷത്തിനുണ്ട്. അതിന്റെ ഭാഗമായാണ് തുടക്കം തൊട്ടേ ഈ സമരത്തോടു കൂടി ഞങ്ങൾ നിൽക്കുന്നത്. അത് മാത്രമല്ല, CJPയും അതിനെ അങ്ങനെയാണ് കണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും കത്ത് കൊടുത്തു. അതിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ശക്തമായി അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ സമരത്തിന്റെ ഭാഗമായി ഇടതുപക്ഷം നിൽക്കുകയും ചെയ്തു. അതിൽ ഞങ്ങൾ കണ്ടൊരു കാര്യവും ഈ ഘട്ടത്തിൽ വളരെ ലോജിക്കലായി നമുക്ക് വിലയിരുത്താവുന്ന കാര്യവും, ഈ സമരം ഇങ്ങനെ വികസിക്കുന്നതിൽ ഒരു കൂട്ടത്തിന്റെ ഒരു സമരം വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ സമരം ശക്തമാകണമെങ്കിൽ അതിന് പൊളിറ്റിക്കലി രണ്ട് തരം ബാക്കപ്പ് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ലെജിറ്റിമസിയും മറ്റൊന്ന് മിലിറ്റൻസിയും. കാരണം ഏതോ പാർട്ടികൾ വന്നിറങ്ങുന്നു, അവര് സമരം ചെയ്യുന്നു. അപ്പൊ പലരും പറഞ്ഞു അതൊരു സർക്കാസ്റ്റിക് പേജ് അല്ലേ, ഇവർക്കൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീല് കാണാനല്ലേ അറിയൂ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പ്രതിഷേധിക്കാനാവോ, അല്ലെങ്കിൽ ഇവർക്ക് വൈകുന്നേരം വീട്ടിൽ പോണ്ടേ, ഇവരൊക്കെ എങ്ങനെയാണ് സമരം ചെയ്യുക, ഇവർക്ക് ചൂടേൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു ആൾക്കാരുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തിനേയും നേരിടാൻ പറ്റുന്ന ഒരു ബാക്കപ്പ് എന്ന് പറയുമ്പോൾ അവർക്കൊരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി, ഇവർ സമരം ചെയ്യേണ്ടവരാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ്. ആ ലെജിറ്റിമസി കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷം തന്നെയാണ്. പ്രതിപക്ഷ ശബ്ദത്തിന്റെ ഭാഗമായി ഇവരെയും കൂടെ കൂട്ടിയണി നിരത്തണം. അതിൽ ഇന്ത്യയുടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ള ഒരു പ്രശ്നം അതിന്റെ ആദ്യഘട്ടം മുതൽ നമുക്ക് കാണുന്നുണ്ട്. അവിടെയാണ് ഇടതുപക്ഷം ആ ഒരു ലെജിറ്റിമസി ഈ കൂട്ടായ്മക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇടതുപക്ഷം ഉണ്ട് അതിന്റെ കൂടെ. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന് ശേഷം RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസറിൽ ലേഖനം വന്നു. അതിൽ ഇടതുപക്ഷമാണ് ഇതിന്റെ പുറകിൽ എന്നാണ്. ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള MP-മാരെയൊക്കെ പരാമർശിക്കുക. ജോൺ ബ്രിട്ടാസും V ശിവദാസനും അതേപോലെ A റഹീമും നമ്മുടെ ആനി രാജയും K രാധാകൃഷ്ണനും അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ MP-മാർ, MA ബേബിയെയും D രാജയും പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ, അവരെല്ലാം കൂടെ ചേരുമെന്താണ്, ഇതേതോ പാറ്റകളല്ല. ഇടതുപക്ഷം എന്ന് പറയുന്ന ലോകത്ത് തന്നെ സാർവദേശീയ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സലി ശക്തമായൊരു വലിയ ദർശനവും വലിയ പ്രത്യയശാസ്ത്രവും ഐഡിയോളജിയും ഇവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ സമരത്തിന് കിട്ടുന്ന ഒരു ലെജിറ്റിമസി ഉണ്ട്. അത് ഇടതുപക്ഷം പ്രൊവൈഡ് ചെയ്തു. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം മിലിറ്റൻസി. ഇപ്പൊ ഡൽഹിയിൽ ഈ സമരം തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഇഷ ഡൽഹിയിൽ പോകാൻ പ്ലാൻ ചെയ്ത ആളാണ്. അവിടെ പുറപ്പെടുമ്പോഴേക്ക് ആ സമരം അവസാനിച്ചു, മന്ത്രി രാജിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്ന് കുറെ SFIക്കാർ പോയി, DYFIക്കാർ പോയി. ഒരു സമരത്തിൽ പോയി അടിച്ചമർത്തുമ്പോൾ ആ സമരത്തിൽ വരുന്ന ഒഴുക്കിനെ, ആ ഒരു ഫ്ലോയെ നിലനിർത്തുന്നത് ഇത്തരത്തിലുള്ള വലിയ സംഘടനാ തലത്തിൽ ശക്തമായ സംഘടനകളുടെ പങ്കാളിത്തവും പ്രാതിനിധ്യവുമാണ്. നോർത്ത് ഇന്ത്യയിലാകമാനം അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനം തന്നെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഈ സമരത്തിലേക്ക് ഇറക്കി ഇതിനെ ഒരു മിലിറ്റന്റ് ഫോഴ്സ് ആക്കി നിലനിർത്തുന്നതിൽ കൂടി ഇടതുപക്ഷം വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ലെജിറ്റിമസിയുടെയും മിലിറ്റൻസിന്റെയും കൂടെ ബലത്തിലാണ് മറ്റ് പാർട്ടികളുണ്ട് കേട്ടോ. ഞാൻ അതിനെ ഒന്നും റദ്ദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റനേകം കൂട്ടായ്മകളുണ്ട്. ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള മറ്റ് സോഷ്യൽ ഗ്രൂപ്പുകളുണ്ട്, മനുഷ്യാവകാശ സംഘടനകളുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, അതേപോലെ നിയമജ്ഞരുണ്ട്. അപ്പൊ എന്റെ നാട്ടുകാരനായ ഒരു ജെയ്മോൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു വക്കീലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അവിടെ നിയമസഹായം നൽകാൻ വേണ്ടി ഒരു പ്രത്യേക സ്റ്റോൾ ഇട്ടതായിട്ട് ഞാൻ വാർത്തകളിൽ കണ്ടു. അപ്പൊ അങ്ങനെ നാനാ തുറകളിൽ നിന്ന് കിട്ടിയ വലിയൊരു പിന്തുണയുണ്ട്. ആ പിന്തുണയിൽ ഇടതുപക്ഷത്തിന്റെ പങ്ക് വലുതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ അത് ഞങ്ങൾ പ്രത്യേകം ഓൺ ചെയ്യാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് ആയി ഞങ്ങൾ അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന, ഇടതുപക്ഷം കൂടെ വലിയ പങ്ക് വഹിച്ച ഒരു സമര മുന്നേറ്റം എന്നുള്ളതിൽ ഞങ്ങൾ അതിനെ കാണുന്നു. അല്ലാതെ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയത് കൊണ്ട് ജയിച്ചു എന്ന് പ്രത്യേകം പോസ്റ്റർ അടിക്കുന്ന തരത്തിലുള്ള ഒരു തരം എന്താ പറയാ ഒരു തരം പൊളിറ്റിക്സ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ കൈക്കൊള്ളുന്നില്ല.